പട്നയിൽ വീടിന് പുറത്ത് യുവാവ് കുത്തേറ്റ് മരിച്ചു. ആക്രമണം ഉറങ്ങും മുമ്പ് വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രതിക്ക് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ബീഹാർ തലസ്ഥാനമായ പട്ന, അവിടെ ഖജേഗല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഗൽപുരിയിൽ തിങ്കളാഴ്ച രാത്രിയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. ചോട്ടി ബസാർ പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. അത്താഴത്തിന് ശേഷം വീടിന് പുറത്ത് ഇറങ്ങി ഒന്ന് നടക്കാനെത്തിയതാണ് സൂരജ് കുമാർ എന്ന യുവാവ്. ആ യുവാവാണ് അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. ചില ഇലക്ട്രീഷ്യൻ ജോലി, അതിനൊപ്പം ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്ത് ജീവിക്കുന്നതിനിടയിലാണ് ഈ യുവാവ് കൊല്ലപ്പെട്ടത് എന്ന് സൂരജ് കുമാറിന്റെ വീട്ടുകാർ, കുടുംബം ആരോപിക്കുന്നു. ആകാശ് എന്ന ആളാണ് അത് ചെയ്തത് എന്നാണ് വീട്ടുകാർ ആരോപിക്കുന്നത്. എന്നാൽ ആകാശ് ഒറ്റയ്ക്കല്ല അത് ചെയ്തതെന്നും കൊന്നതെന്നും ഈ സൂരജിന്റെ അമ്മ പറയുന്നു. എന്താണെങ്കിലും ആ മൃതദേഹത്തിൽ ദേഹമാസകലം കുത്തേറ്റ പാടുകളുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ മൃതദേഹം കണ്ടെത്തുന്നത്. അത്താഴത്തിന് ശേഷം വീടിന് പുറത്തേക്ക് ഇറങ്ങിയ സൂരജിനെ കാണാതായതോടുകൂടിയാണ് വീട്ടുകാർ വീടിന് പുറത്തെത്തി പരിശോധന തുടങ്ങിയത്. അപ്പോഴാണ് മരിച്ച നിലയിൽ ആ മൃതദേഹം കണ്ടെത്തിയതെന്ന് അവന്റെ അമ്മ. क्या दुश्मनी है, नहीं है दुश्मनी, हम क्या जाने। तो घर से बुला करके ले गया 12:44 में, जैसे कि आप तो रात के सुतल से 12 बजे तक जाकर जब तक नहीं आता था, जब तक नींद नहीं पड़ता। पहला नींद पड़ा ना तिगरे में रह गए। अब फिर बच्चा एगो हमार बेटा छोटा, इसको तो कुछ नहीं है। मेरा बुद्धि की आने वाला ये बेटा था। क्या चीज से मारा है? इसको भोग के मारा है, चक्कू से। സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സൂരജിന്റെ മരണം സംഭവിച്ചു എന്നാണ് പോലീസിന്റെയും സ്ഥിരീകരണം. പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും പിടികൂടാനുള്ള തെരച്ചിൽ അത് ഊർജിതമാണെന്നും DCP ശിവശങ്കർ കുമാർ പറയുന്നു. എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാരണം അത് പോലീസിനും ഇതുവരെ व्यक्तता കിട്ടിയിട്ടില്ല. दिनांक 28/7/26 को खाजेकला थाना क्षेत्र में छोटी बाजार करके जगह है, यहाँ पर एक लड़का है सूरज कुमार। वो रात्रि में घर से खाना खाकर लगभग 1 बजे आसपास घर से बाहर टहल रहा था रोड पर। उसी क्रम में उसी हम उम्र का एक लड़का है आकाश कुमार, उसके द्वारा चाकू से मारकर उसकी हत्या कर दी गई है। तो हम लोग उसी गिरफ्तारी के लिए लगातार प्रयास कर रहे हैं, बहुत जल्दी उसको गिरफ्तार कर लिया जाएगा। परिजन द्वारा स्पष्ट रूप से कुछ कारण नहीं बताया जा रहा, तो हम लोग अनुसंधान और पूछताछ में हम लोग और भी सूत्र से जानकारी प्राप्त कर रहे हैं कि इसके बैकग्राउंड में क्या कारण से इनकी हत्या की गई है। हम लोग जब सारी बिंदुओं एक साथ प्रकाश में जाएगी तो हम लोग आपको सच कर देंगे। बिल्कुल जो हत्यारा है उसको चिन्हित भी कर लिया गया है और हम लोग उसके बहुत जल्दी उसकी गिरफ्तारी कर लीजिए। हम लोग कई जगह छापामारी भी कर रहे हैं, जल्दी उसको गिरफ्तार कर लिया जाएगा। वर्तमान में जो शव है वो NMCH में है, वो जल्दी उसका पोस्टमार्टम किया जा रहा है। हम लोग पोस्टमार्टम रिपोर्ट का भी अवलोकन करेंगे और जो अभियुक्त है उसकी गिरफ्तारी जल्दी कर लेंगे. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി നടന്ന മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഫോറൻസിക് സംഘവും തെളിവുകൾ ശേഖരിച്ചു. CCTV ദൃശ്യങ്ങൾ, ആ പരിസരത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധനയും അന്വേഷണവും ഒക്കെ. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. കാരണം പ്രതിയെ തിരിച്ചറിഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ഇവർ ഏറെക്കുറെ സമപ്രായക്കാരുമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.